മൂന്നാമത്തെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ 100 ദിവസം പിന്നിടുകയാണ്. ഘടകകക്ഷികൾ തീർത്ത ചക്രവാത ചുഴിയിൽ കുരുങ്ങിയ മോദിയുടെ 100 ദിനങ്ങൾ എന്ന് പറയുന്നതിലും തെറ്റില്ല. ഒന്നും ചെയ്യാൻ സാധിക്കാതെ പ്രധാനമന്ത്രി പദവിയിൽ വെറും ഷോ ഓഫ് നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് മോദിക്ക് ഈ 100 ദിവസം കൊണ്ട് സാധിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ, അതായത് 2024 മാർച്ച് 17 അടുത്ത സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തേക്കുള്ള പദ്ധതികൾ ചർച്ച ചെയ്യാൻ മന്ത്രിമാർക്കും മോദി നിർദ്ദേശം നൽകിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ സംഭവമാണ്. അധികാരം പിടിക്കുമെന്നും 400 സീറ്റ് പിടിക്കുമെന്നുമുള്ള പ്രവചനത്തിന്റെ പുറത്താണ് മോദി 100 ദിന കർമ്മ പരിപാടികൾക്കായി മന്ത്രിമാരെ നിയോഗിച്ചത്. അത്രയേറെ അമിത വിശ്വാസത്തിൽ നിന്നാണ് നരേന്ദ്രമോദിയും BJPയും ചാർട്ട് പേപ്പർ വിളംബരം നടത്തി പ്രചരണം കൊഴുപ്പിച്ചത്. സെക്രട്ടറിമാരും മറ്റു ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അടുത്ത സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തേക്കുള്ള പദ്ധതികൾ ചർച്ച ചെയ്യാനായിരുന്നു മന്ത്രിമാർക്ക് നൽകിയ നിർദ്ദേശം. അവിടെ കൊണ്ടും തീർന്നില്ല. അടുത്ത 5 വർഷത്തേക്കുള്ള പ്രവർത്തന മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. ഫലം വന്നപ്പോൾ BJP നേടിയത് കേവലം 240 സീറ്റുകളാണ്. TDP, JDU പാർട്ടികളെ ആശ്രയിച്ച് 293 സീറ്റുകളോടെ അധികാരത്തിലേറിയ മൂന്നാം മോദി സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ രാജ്യത്ത് അവശേഷിക്കുന്നത് ശൂന്യത മാത്രമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ വർദ്ധിച്ച വർഗീയ സംഘർഷങ്ങളും ന്യൂനപക്ഷ വേട്ടയും വ്യാജ ഏറ്റുമുട്ടൽ കൊലകളും ബുൾഡോസർ രാജ്യവും ശക്തി പ്രാപിച്ചുവെന്നല്ലാതെ പൊതുസമൂഹത്തിന് ഗുണപരമായ ഒന്നും നടപ്പിലാക്കാൻ മോദിക്ക് സാധിച്ചില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ 2 തവണകളിലെ 100 ദിന പദ്ധതികൾ ഏകപക്ഷീയമാണെങ്കിലും വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 2024 തികച്ചും വ്യത്യസ്തമായ കാഴ്ചയാണ് സമ്മാനിച്ചത്. സഖ്യകക്ഷി ഭരണത്തിൽ കൂട്ടുത്തരവാദിത്വം നിർവഹിക്കേണ്ട ഭരണകൂടം ദിശാബോധമില്ലാതെ കറങ്ങി നടക്കുന്ന ചിത്രമാണ് രാജ്യത്ത് കാണുന്നത്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ ഭരണപരാജയം അംഗീകരിക്കുന്ന ബജറ്റാണ് സർക്കാർ ഇത്തവണ അവതരിപ്പിച്ചത്. തൊഴിലില്ലായ്മ പ്രതിസന്ധിക്ക് പരിഹാരമായി കോർപ്പറേറ്റുകൾക്കുള്ള തൊഴിൽ ലിങ്കഡ് ഇൻസെന്റീവുകളും ഇന്റേൺഷിപ്പ് പ്രോഗ്രാമും ഉൾപ്പെടെ 5 പദ്ധതികളുള്ള പാക്കേജ് ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഈ 2 ആശയങ്ങളും കോൺഗ്രസ് പ്രകടന പത്രികയിൽ നിന്നും കടമെടുത്തതാണെങ്കിലും പ്രഖ്യാപനം കഴിഞ്ഞ് ഒരു മാസത്തിലേറെയായിട്ടും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള നടപടികൾ സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഭക്ഷ്യസുരക്ഷയും കർഷകക്ഷേമവും പ്രസംഗിച്ചുകൊണ്ട് ഭക്ഷ്യ വളം സബ്സിഡി കുറച്ചു. ഗ്രാമീണ നഗര തൊഴിലില്ലായ്മ ഉയരുമ്പോൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഹിതം വീണ്ടും കുറച്ചതും വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെക്കുന്നത്. പൊതുക്ഷേമം ഉപേക്ഷിച്ച് അതിസമ്പന്നർക്ക് അനുകൂലമായ സാമ്പത്തിക മാതൃകയിൽ തന്നെയാണ് സർക്കാരിന്റെ നയത്തുടർച്ചയെന്ന് നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അധികാരത്തിൽ പിടിച്ചു നിൽക്കുക എന്നത് മാത്രമാണ് മോദിയുടെ കർമ്മ പദ്ധതി. ദരിദ്രരുടെയും ഇടത്തരക്കാരുടെയും നട്ടെല്ല് തകർക്കുന്ന ജനവിരുദ്ധ ബജറ്റ് മാത്രമല്ല, തീവ്രവാദ ആക്രമണങ്ങൾ ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ വർദ്ധിച്ചതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 16 മാസമായി കത്തുന്ന മണിപ്പൂരിലെ സംഘർഷം കഴിഞ്ഞ 2 ആഴ്ചയായി ഇരട്ടിയിലേറെ തീവ്രതയോടെ വർദ്ധിച്ചിരിക്കുകയാണ്. ശക്തമായ പ്രതിപക്ഷവും വിരുദ്ധ നിലപാടുള്ള സഖ്യകക്ഷികളും കൂടിയായപ്പോൾ എങ്ങനെയും അധികാരത്തിൽ കടിച്ചു തൂങ്ങുക എന്നത് മാത്രമായി മോദിയുടെ അജണ്ട. ഇന്ത്യ സഖ്യം ആവശ്യപ്പെടുന്ന ജാതി സെൻസസിനുള്ള സമ്മർദ്ദം സർക്കാരിനെ പിന്താങ്ങുന്ന JDUവും ശക്തമാക്കിയിരിക്കുകയാണ്. അധികാരമേറ്റ് 100 ദിവസം തികയുമ്പോൾ സംഘപരിവാർ അജണ്ടയോട് ചേർന്ന് നിൽക്കുന്ന നീക്കങ്ങൾ പോലും നടത്താനുള്ള ശേഷി മോദിക്ക് നഷ്ടപ്പെട്ടതായും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും.